തുറക്കടാ. നല്ല ആട്ടും കരളാ. എന്റെ കുഞ്ഞുമാപ്പിളെ, ഇവൻ ഈ ആട്ടിൻകരൽ കൊടുത്ത് കണക്കിന് മണ്ടനാക്കി കളഞ്ഞല്ലോ. ഇവന്റെ മാർക്കറിയോ? 100-ൽ 15. 46 അധികം 54 എത്ര പൊന്നു? ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞേ. എടോ കണക്കാ. എന്റെ മകൻ കൂട്ടാൻ മാത്രം പഠിച്ചാ മതി. ഭൂമിയുടെ സ്പന്ദനം കണക്കിലല്ല, മണ്ണിലാ. പൊന്ന ആ കിളവൻ ശരിക്കും നിന്റെ ആരാ? എന്റെ അപ്പൻ. അയ്യോടെ പൊന്ന, ഞാൻ വിചാരിച്ച ആ പാപ്പോയി എങ്കിലാ നിന്റെ അപ്പനെന്ന്. കിളവന്മാർക്ക് എങ്ങനെയാടാ പിള്ളേരുണ്ടാവുക? കാന്ത പറയുവാ കുഞ്ഞിപ്പാപ്പ എന്റെ അപ്പനല്ല മുത്തശ്ശനാന്ന്. അവനാള് തുറപ്പനാണല്ലോടാ. അവന്റെ മുത്തശ്ശ അവരോട് പറഞ്ഞിട്ടുണ്ട് പോലും 50 വയസ്സുള്ള കുട്ടികളുണ്ടാവത്തില്ല. അതവന്റെ ആ കളവിക്കായിരിക്കും. നിന്റെ അപ്പനുണ്ടാവുന്ന പോയി പറയടാ. അതെന്നാടാ അപ്പ? കുഞ്ഞിപ്പാപ്പ എന്റെ പാപ്പോലും കണ്ട ഒരുപോലെ ഇരിക്കുന്നേ. അവൻ എന്റെ മോനായതുകൊണ്ട്. പൊന്നും കുഞ്ഞിപ്പാപ്പ പോലല്ലോ ഇരിക്കുന്നേ. എന്നാല് പറഞ്ഞു, വലുതാവുമ്പോ നീ എന്നെ പോലാകും. ആ തെണ്ടി അതെങ്ങനെ പോട്ടടാ. പോയി കൈയും കാലും കഴിയും മക്കളെ. മുല്ലശ്ശേരി വക്കീല് അടിയന്തരമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആ കുമ്പകുത്തി കാത് കുത്തി ചെമ്പടിച്ച് കുലുക്കി കുത്തി തരികരുതോ. ജോപ്പാൻ നിന്റെ 100 പോയത് തന്നെ പോയില്ലടാ. എടാ പാപ്പോയേ, ഞാൻ ഇന്നലെ പുതിയ SIയുടെ കൂടെ ആ ചെട്ടിയെ കണ്ടു. ഓൻ വീണ്ടും പാറവെടിക്കുള്ള പുറപ്പാടാണോ? കുഞ്ഞിപ്പാപ്പ അവനെ കോടതി കയറ്റി പൂട്ടിയിട്ടിരിക്കല്ലേ, അനങ്ങത്തില്ല. ആ മതിയോ. കുമ്പകുത്തി കാത് ഉള്ള ആടിന്റെ കരളൊക്കെ അടിച്ചിട്ട് എന്റെ അപ്പന്റെ മോന്റെ കനവേ. രാഴ്ച പറഞ്ഞ പോലെ നിന്റെ അപ്പൻ ഞങ്ങളെ മുക്കോടാ. കണ്ട അലവലാതെ ഐസ് ഫ്രൂട്ട് മേടിച്ചെന്ന് നീ നിന്റെ വയറ് ചീത്തയാക്കരുത് കേട്ടോ. എന്താ മമ്മാലിക്ക അവനെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ലടാ, നിന്റെ മടി കയറിയുള്ള അവന്റെ ആ ഒരു ഒട്ടിയുള്ള ഇരിപ്പും കളിയും ഒക്കെ കണ്ടറിയാം. അവന്റെ വിചാരം നീ അവന്റെ അപ്പനാണെന്നാ. മമ്മുക്ക, അവൻ എനിക്കുണ്ടായതല്ലേലും ഉണ്ടായതുപോലെ. എന്റെ അമ്മ മരിക്കുമ്പോ കുഞ്ഞിപ്പാപ്പ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അമ്മ അത്ര സ്നേഹമായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത ഞങ്ങളുടെ സൂസിമോക്ക് അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ ആവശ്യമാണെന്നും പറഞ്ഞ് ചെലമ്പിക്കുന്നേല് ഉണ്ണി വാര്യര് വിടാതെ അപ്പനെ നിർബന്ധിക്കുമായിരുന്നു രണ്ടാം വിവാഹത്തിന്. ആദ്യം കേട്ടപ്പോ എനിക്ക് ഒരു ചൊറിച്ചിലൊക്കെ വരുമായിരുന്നു. ഇവനെ കാണുമ്പോ തോന്നും ആ രണ്ടാം കെട്ട് നടന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയനായിരുന്നു. പടച്ചവനെ, അവന്റെ ഒരു വിദ്യ പെറ്റിട്ട് മുലകുടി മാറുന്നതിന് മുമ്പേ മഞ്ഞപ്പിത്തം കയറി പിടിച്ച് അവന്റെ അമ്മേനെയും പടച്ചവും കൊണ്ടുപോയില്ലേ. ഇങ്ങടെ എടുത്ത് ചാച്ച് കുത്തിവെക്കട പിള്ളേരെ. പേരെഴുതിയ ബോർഡർ റെഡി. എന്റെ ജോജോ വാച്ച് കിടക്കി കുഞ്ഞിമിശയുടെ കയ്യിൽ പണല്ലോ. പണിക്കാരൻ അമ്പുവിന്റെ മോൾക്ക് നഴ്സിംഗിന് പോവാ 10,000. മോനെ, സൂര്യനാട്ട് രാരിച്ചിന്റെ തലയിൽ ബുദ്ധിണ്ട്, നിന്റെ അപ്പന്റെ തലയിലേ ഞാൻ പുലിയാടാ, പുലി. എന്റെ ജോജോ വാച്ച് കമ്പനി തുടങ്ങാൻ എനിക്ക് 501 മതി. ബാർ സോപ്പോ? ആ, ബാർ സോപ്പ് തന്നെ. മോനെ ജോജോ, നിന്റെ അപ്പം പുലിയുടെ ബുദ്ധി കണ്ടോടാ. കേറിയിരിക്കാൻ ഇട ഉണ്ടാക്കുന്നതിന് മുമ്പ് ബോർഡ് എഴുതി ചെന്ന. വെറുതെ അല്ല കുഞ്ഞിപ്പാപ്പ, എനിക്ക് കിടക്കുന്ന 10 ഈ രാരിപ്പയുടെ ബുദ്ധിയാ. അപ്പന്റെ ബുദ്ധി ആരാരിപ്പിക്ക് കിട്ടിയിരിക്കുന്ന നിന്റെ പൊടിനാവ ഞാൻ ഊശിക്ക് കുത്തുവേ. അപ്പനല്ലേ പറയാറ്. ഇതെന്തിനാടാ വഴി കിടക്കുന്ന ഈ ധർമ്മക്കാരുടെ ചിരട്ടയൊക്കെ പറക്കിക്കൊണ്ട് വരുന്നത്? നിന്റെ കയ്യെ വല്ല പിത്ത പൊണ്ണും വരും കൊച്ചേ. പൊണ്ണനീ ചിരട്ട എന്തിനാന്ന് അറിയാവോ കുഞ്ഞിപ്പാപ്പ?
എന്നാടാ മക്കളെ ഈ പഴയ കോഴിക്കൂട്ടി കാണിച്ചു പറഞ്ഞാ തുടങ്ങിയേ ചർച്ച കൃഷി കടുക് നെല്ല് പയറ് മക്കളെ എന്റെ പൊന്ന മക്കളെ അപ്പൻ ഇത് മതിയടാ. നിന്നെ പോലെ ചിരട്ട പറക്കിയ ഒരു കാലം ഞാൻ ഓർക്കുക. ഒരു മിഷ്യൻ ഞായറാഴ്ച എന്റെ അമ്മ ലേലം വിളിച്ച 10 വാഴക്കണ്ണയിൽ ഒന്ന് എന്റെ കൈ കൊണ്ടാ വെപ്പിച്ച്. അമ്മ വെച്ച 5ഉം അവളായി ഈച്ച വെച്ച 4ഉം ഉരുട്ടടച്ചു പോയി. നിന്റെ അപ്പൻ വെച്ച ആ 1 മാത്രം മുള പൊട്ടി. പ്രസവിച്ച് വീണ കുഞ്ഞ് ആദ്യമായി കണ്ണു തുറന്ന് മുല കുടിക്കാനായി അമ്മയെ നോക്കുന്ന പോലെ ആ മുളപ്പെന്നെ നോക്കി. എവിടെയെങ്കിലും ആട്ടും കാട്ടം കണ്ട ചിരട്ട പറക്കി അതിനകത്ത് നിറച്ചു കൊണ്ടുവന്ന് ചോട്ടിലിടും. അതങ്ങനെ വളർന്നു കുലച്ചു. ഓരോ കായും കാളക്കൊമ്പ് പോലത്തെയായിരുന്നു. ചുണ്ണാമ്പ് തൊട്ട് ഞാൻ എണ്ണി 199 കാ. കുഞ്ഞിപ്പാപ്പ പിന്നെ അതെന്ത് ചെയ്തു? പഴിപ്പിച്ച് വിറ്റു മക്കളെ. കിട്ടിയ കാശിന് 50 വാഴക്കണ്ണ് മേടിച്ച് വീണ്ടും നട്ടു. അതും എന്നെ ചതിച്ചില്ല. അന്നു മുതൽ മണ്ണിൽ പണിയെടുക്കാൻ ഒരുതരം ഭ്രാന്തായിരുന്നു. മണ്ണ് ജീവന്റെ ഗർഭപാത്രമാണെന്ന സത്യം നിന്റെ ഈ അപ്പൻ അങ്ങനെ തിരിച്ചറിഞ്ഞു. എന്റെ ഈ മകന് ഞാൻ ഒരു പിടി മണ്ണേ തരൂ. ഒപ്പം എന്റെ ശങ്കിലെ മണ്ണിനോടുള്ള അടങ്ങാത്ത തീയും. എന്റെ ഈ മോൻ 100 സ്വർണം 1000 ആക്കുന്നത് അപ്പൻ ഈ കണ്ണുകൊണ്ട് കാണണം. ഇല്ലടാ, ചാവാതിരിക്കാൻ അപ്പൻ ഒരു കട്ടില് പണിയുന്നുണ്ട്. കട്ടിൽ പുരാണത്തിലെ കട്ടിൽ, സപ്രപഞ്ച കട്ടിൽ. അതേ കിടന്നുറങ്ങിയ 100 ആയുസ. ആളിന്റെ നക്ഷത്രവും കട്ടിലിന്റെ ചുറ്റുകണക്കിന്റെ നക്ഷത്രവും കണക്കാക്കി പള്ളിയാടെ താശാരി ഒരു എണ്ണവേങ്ങ വെട്ടി അറുത്ത് കട്ടില് പണിയും. എന്റെ പൊന്നൊരു പെണ്ണ് കെട്ടി. അതേ നിനക്കൊരു പൊന്നും കൂടെ ഉണ്ടായി. അവനെ ഞാൻ എന്റെ മടി വെച്ച് ടാറ്റോ 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 ടാറ്റോ. കടക്കടലിൽ നിന്നൊരു കുടമൃതം, അമൃതമൃതമൃത കുടമൃതമൃതം. ആ കുടമേന്തി തലകടലിൽ നിന്നെത്തിയ ധന്വന്തരിയൻ ദൈവം. തുപ്പിക്കളയുന്ന ചക്കക്കുരുവും വരിക്കപ്പിലാവാക്കി മാറ്റുന്നു മണ്ണ്. കുന്നിക്കുരുവിനും അമ്മ ഈ മണ്ണ്, പൊന്നരയാലിനും അമ്മ ഈ മണ്ണ്. നിന്റെ വാറ്റുമരുന്നിനും വേണം ഈ മണ്ണ്, ആ നാട്ടുമരുന്നിനും വേണം ഈ മണ്ണ്. മനുഷ്യകോലങ്ങൾ കുത്തി നാട്ടാനും വേണമോ ഈ മണ്ണ്? എടോ കുഞ്ഞെ, കാടിയിൽ കറുപ്പ് കലക്കി മാനസമിത്ര വടകം മേമ്പൊടി ചേർത്ത് 4 നേരം സേവിച്ചാലേ നിന്റെ ബുദ്ധി തെളിയൂ. നീ നിന്റെ അപ്പന്റെ വിൽപ്പത്രം തിരുത്തിയതായി ഈച്ചമ്മ പറയുന്നു. എനിക്ക് വിശ്വാസമായിട്ടില്ല. എന്റെ ഉണ്ണിയോട് ഈ കുഞ്ഞ് സത്യമേ പറയൂ. എന്റെ അപ്പന്റെ വിൽപ്പത്രം ഞാൻ തിരുത്തി. അതിലെനിക്ക് മുടിനാടിന് പോലും പിഴച്ചിട്ടില്ല എന്ന് ബോധ്യമുണ്ട്. എടോ, അപ്പന്റെ അന്നത്തെ ചുറ്റുപാടനുസരിച്ച് പിണ്ടിമാല അടക്കം 15 പവന്റെ സ്വർണം, മേച്ചിലട താശാരി പടുന്ന ഈട്ടി അലമാരി, പിന്നെ 10 പറ വേവുന്ന വാർപ്പ്. പോരാ, ഏത് നസ്രാനിയുടെ കുടുംബത്തിൽ കേട്ടിട്ടുണ്ടോ കെട്ടിക്കുമ്പോ പെണ്ണിന് മണ്ണ് കൊടുക്കുന്നതായി? അതിലെന്ത് കണ്ടീഷനായിട്ടാടോ? എന്റെ അപ്പൻ ഒരു മണ്ടത്തരം കാണിച്ചു, ഞാൻ അത് തിരുത്തി. നീ മക്കളുടെ കോലങ്ങൾ നാട്ടിയപ്പോ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ അവരോട് എനിക്ക് മുഖത്താഞ്ഞൊരു ഉത്തരവുണ്ടായിരുന്നു. പണിയെടുക്കാൻ മണ്ണും ഒപ്പം പണവും വാങ്ങിയവരാണെന്ന്. തുപ്പം കണ്ട സ്ഥലം അന്ന് 5 ഏക്കർ ഞാൻ പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിലേ അതും കൂടെ ഷാപ്പ് പിടിച്ച് തൊലക്കില്ലായിരുന്നോ? കള്ള് വിറ്റവൻ എവിടാടോ 3 തലമുറയെ കൂടുതൽ പിടിച്ചെന്ന് കണ്ടിരിക്കുന്നത്? എനിക്ക് പണിയെടുക്കാൻ മണ്ണ് വേണമായിരുന്നു.
അതിനകത്ത് നടുവടിച്ച് പണിയെടുത്ത 10 ഞാൻ 100 ഏക്കർ മക്കളുടെ ഗോൾഡാക്കിയത്. നിന്റെ പെങ്ങൾക്ക് 5 ഏക്കർ കൊടുത്തപ്പോൾ നിന്റെ അപ്പൻ മണ്ടനായി. നിന്റെ മകളെ കെട്ടിക്കാൻ നീ 5 ഏക്കർ മണ്ണ് കൊടുക്കുന്നതിന്റെ ന്യായം എനിക്ക് മനസ്സിലാകുന്നില്ല. കാലം മാറി, വ്യവസ്ഥിതികളും മാറി, എല്ലാ ഐറ്റപ്പിഴകൾക്കും പണം മതി. എന്റെ മകളെ ഒരു പണക്കൊതിയൻ കെട്ടണ്ട. മണ്ണ് വാങ്ങി പണിയെടുക്കാൻ മനസ്സുള്ളവൻ കെട്ടിയാ മതി. നല്ല ചൊനയൻ കപ്പളങ്ങയിട്ട് കാച്ചിയ മോല ഒരു കവള് നീ കുടിക്കുന്ന. കെട്ടിക്കാതെ നിർത്തിയിരിക്കുന്ന നിന്റെ മകളുടെ കല്യാണത്തിന് ഒരുമിച്ച് ഒരു ഇലയിൽ നിന്ന് നമുക്ക് വാരി ഉണ്ടാവിടാ. എന്നാ നീ റെഡിയായിരുന്നോ? നാളെ എന്റെ സൂസിയെ കാണാൻ എനിക്ക് ബോധ്യപ്പെട്ട ഒരു ചെറുക്കം വരുന്നു.